ഇന്ന് വുമൺസ് ഡേ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വുമൺസ് ഡേക്ക് തളർന്നിരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കായിട്ട് ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാ കണ്ടോ? ഇത് ഞാനായിരുന്നു ഗൈസ്. എത്ര പേര് വിശ്വസിക്കും ഇത് ഞാനായിരുന്നു എന്നുള്ളതിൽ? എത്ര പേര് വിശ്വസിക്കും? കാരണം അത്രമേൽ മെലിഞ്ഞ് കറുത്ത് കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മെലിഞ്ഞ ഒരാൾക്ക് കേൾക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കും കേട്ടിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ, വീട്ടിലൊന്നും തിന്നാറില്ലേ, തരാറില്ലേ, അങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇതിനു മുമ്പത്തെ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഞാനും കൂടി പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പലരും പരിഹസിക്കുന്ന സമയത്ത് നമുക്കൊരു ഗട്ട്സ് എന്ന് പറയുന്നൊരു സംഭവം വരാനുണ്ട്. അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളോട് തന്നെ മതി എന്ന് പറയുന്നിടത്തോളം നമുക്ക് തടിക്കാനും, എനിക്കിപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ പറയും തടിച്ചു കൂട്ടോ. അപ്പോൾ പണ്ടത്തെ കാലം ഞാനിങ്ങനെ ഓർക്കും, അയ്യോ നിനക്കൊന്നും തിന്നാൻ കിട്ടുന്നില്ലേ, ഇതെന്ത് കോലാണ്, എല്ലാം തോല് ആയിപ്പോയല്ലോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കും, ഇത് എന്ത് തടിയാടോ, എങ്ങോട്ടായി തടിച്ചു പോകുന്നതെന്ന്. പക്ഷേ ഹസ്ബൻഡ് പറയും തടിച്ചോട്ടെ, എന്തേത്താണ്, തടിക്കല്ലേ വേണ്ടി എന്നുള്ളൊരു ചോദ്യം. മൂപ്പർക്ക് പിന്നെ ഞാൻ തടിച്ചാൽ കുഴപ്പമില്ല, അപ്പം ഞാൻ മൂപ്പരെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ നിന്നാൽ ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പല മോശകരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം മെലിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ വാക്കിൻ്റെ പുറത്ത് തളരാൻ പാടില്ല. ഒരിക്കലും തളരരുത്. തളർന്ന് പോയാൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം. ഇന്നലെ ലൈവിൽ വന്ന സമയത്ത് ആരോ ഒരാൾ ചോദിച്ചു, പിന്നെ എന്തായിരുന്നു ചോദിച്ചത്, എനിക്ക് കറക്റ്റ് മുന്നോട്ട് ഓർമ്മയില്ല. എന്തായാലും ആത്മഹത്യയെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എവിടെയെങ്കിലും തോൽക്കുമെന്ന് തോന്നിയാൽ എൻ്റെ സ്വയം ജീവൻ ഒടുക്കുക എന്നല്ലാതെ ഒരാളുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുക്കൂലെന്ന്. അത് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളൊരാളുടെ മുമ്പിൽ തോൽക്കൂല എന്ന് നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്താൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ ആരെ നോക്കിയാലും പറ്റൂലെന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വുമൻസ് ഡേ ആയതുകൊണ്ട് ഒരു ചെറിയൊരു മോട്ടിവേഷൻ തന്നതാണ് നിങ്ങൾക്ക്. ഇത് മോട്ടിവേഷനായിട്ടൊന്നും തോന്നില്ലല്ലോ എന്നൊന്നും ചിലരിപ്പോൾ കമൻ്റ് ഇടും. അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അത്രമേൽ അനുഭവിച്ചതാണ്. മെലിഞ്ഞ് കറുത്ത് പിന്നെ എന്താ ഗ്ലൂട്ടാത്തൈനോ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഞാൻ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു 2 വീലറെങ്കിലും ഓടിച്ച് പഠിക്കണം. എന്നാൽ നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. നമുക്ക് ആരോടും കേണ് അപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. നിങ്ങളൊരു 2 വീലറെങ്കിലും പഠിച്ച് നിൽക്കുക. കാരണം നമുക്ക് തോറ്റു പോവാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, നമുക്കൊരാളുടെയും പരസഹായം ഇല്ലാതെ ജീവിക്കാൻ ഒരു 2 വീലറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക, ഈ ബസ് കയറി പിടിച്ച് പോവുക ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 2 വീലറെങ്കിലും പഠിച്ച് വെക്കുക. അത് നമ്മുടെ ലൈഫിൽ നല്ലൊരു കാര്യമാണ്. മാതാപിതാക്കളോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ഒരു 2 വീലറെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളത്. അത് ലൈഫിൽ ഒരുപാട് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, കോട്ടങ്ങളൊന്നും പറ്റൂല. പിന്നെ പേടി ഉണ്ടാവും ചിലർക്ക്. അവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പേടിക്കരുത്. പേടിക്കാതെ വേണം പോകാൻ. എപ്പോഴും ഡ്രൈവിംഗ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മളെ വഴക്ക് പറയാത്ത,
നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ കൂട്ടിയിട്ട് വേണം നമ്മൾ 2 വീലറാണെങ്കിലും 4 വീലറാണെങ്കിലും പഠിക്കാൻ. ക്ഷമ ഉള്ള ഒരാളാണ് നമ്മൾ കൂടെ കൂട്ടുക. അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ നമ്മളെ ഡ്രൈവിങ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പേടിച്ച് എനിക്ക് പേടിയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളെ ദേഷ്യപ്പെടുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻ്റ് എല്ലാം അവിടെ കുറഞ്ഞു പോകും. നേരെ മറിച്ച് ക്ഷമയോടെ കേട്ടിരിക്കാനും ക്ഷമയോടെ നമ്മുടെ അടുത്ത് സംസാരിക്കാനും പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പല രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നമ്മൾ എവിടെയും തോറ്റു കൊടുക്കരുത്. നമ്മൾ നമ്മളായിട്ട് നമ്മളുടെ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടും മാറരുത്. നമുക്ക് വേണമെങ്കിൽ അവർ മാറട്ടെ, അങ്ങനെ ചിന്തിക്കണം. നമ്മളിപ്പം സ്നേഹബന്ധത്തിലോ ഒരു പ്രണയബന്ധത്തിലോ ഒക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാറാതെ അവർ നമുക്ക് വേണ്ടിയിട്ട് മാറണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ ആരുടെയും മുമ്പ് തലകുനിക്കരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും നമ്മളല്ലാതെയായി മാറരുത്. അവിടെ നമ്മൾ തോറ്റു, അവിടെ നമ്മൾ മരിച്ചു തന്നെ കൂട്ടിയാൽ മതി. പിന്നെ നമ്മളില്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുമ്പോഴാണ് അതൊരു ജീവിതമായിട്ട് മാറുക. അല്ലാത്ത പക്ഷം നമ്മൾ തോറ്റുപോയടോ, വല്ലാതെ തോറ്റുപോകും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറിത്തുടങ്ങിയാൽ അവിടെ നമ്മുടെ തോൽവി തുടങ്ങിയെന്നാണ് സത്യാവസ്ഥ. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുമ്പോൾ, നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ആരും അല്ലാതെയായിപ്പോയി. നമ്മൾ അതോടുകൂടെ 6 അടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് കൂട്ടിയാൽ മതി. പിന്നെ നമ്മളല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതെന്ത് ജീവിതമാണ്? അങ്ങനെ ജീവിക്കാനാണെങ്കിൽ നമ്മൾ ജീവിക്കണോ? അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സിംഗിൾ മദറായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. എൻ്റെയൊക്കെ ജീവിതത്തിൽ പരീക്ഷണം വന്നതുപോലെ ഒരാളുടെ ജീവിതത്തിലും വന്നിട്ടുണ്ടാവില്ല. എന്നിട്ടോ ഞാനും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് സ്വയം തോൽക്കാൻ തീരുമാനിച്ചതായിരുന്നു. ആത്മഹത്യ എന്നുള്ള ഒരു കാര്യത്തെ തിരഞ്ഞെടുത്തതായിരുന്നു. അത്രമേൽ ഞാൻ തോറ്റു കൊടുക്കൂല എന്ന് വാശി എനിക്കുണ്ടായിരുന്നു. ആ വാശിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്കൊരു ഗട്സ് വന്നിട്ടുണ്ട്. ആ വാശിയാണ്. അപ്പം പല പല പ്രശ്നങ്ങളും പല പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതൊന്നേ ഉള്ളൂ, നമ്മൾ ആരുടെയും മുമ്പ് തോറ്റു കൊടുക്കരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കുക. അപ്പം നമ്മുടെ മുമ്പിലേക്ക് വിജയം ഓട്ടോമാറ്റിക്കായിട്ട് വരും. കുറച്ച് കാലം കാത്തിരുന്നാൽ മതി. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെയാണ് പേടിക്കേണ്ടത്? ആരെയും പേടിക്കേണ്ട ഒരേ ഒരു വ്യക്തിയുള്ളൂ, ദൈവം. അതിനെ പേടിച്ചാൽ മതി. ഈ സമൂഹത്തിലുള്ള ഒരാളെയും കണ്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ ഈ ഒരു വുമൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. എത്ര പേരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. അംഗീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് എൻ്റെ വിജയം. ഓക്കെ, ഹാപ്പി വുമൻസ് ഡേ. ബൈ.